പ്ലേറ്റ് ഇടുന്നതിൻ്റെ ഐഡിയ പറഞ്ഞൊരു ഷോട്ട് ഇട്ടപ്പോൾ അതിന് സ്പീഡ് കൂടിപ്പോയി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. നമുക്ക് എത്രയാണോ പ്ലേറ്റിൻ്റെ ലെങ്ത്ത് വേണ്ടത്, ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നത് 1 ഇഞ്ച് പ്ലേറ്റ് വേണ്ടുന്നതിന് നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തണമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ പ്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന ഇൻടേക്ക് 4 ഇഞ്ചാണ്. 1 ഇഞ്ച്, 4 ഇഞ്ച്, 1 ഇഞ്ച്, 4 ഇഞ്ച് എന്ന ഇടവേളകളിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇൻടേക്ക് 4 ഇഞ്ചെങ്കിലും വേണം 1 ഇഞ്ചിൻ്റെ പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇൻടേക്ക് കുറയുമ്പോൾ പാവാടയ്ക്ക് വിരിവ് കുറവായിരിക്കും. ഇൻടേക്ക് കൂടുമ്പോൾ പാവാടയ്ക്ക് നല്ല വിരിവ് വരികയും ചെയ്യും. നമ്മുടെ പ്ലേറ്റ് നല്ല ചെറുതായിട്ട് നല്ല അടങ്ങി ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും. ഞാനിവിടെ ഒരു 5-6 ഞെറിവിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയൊരു പീസിലാണ് ഞാൻ ചെയ്യണത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതേപോലെ മടക്കി എടുത്തിട്ട് അടുത്ത 1 ഇഞ്ചിൻ്റെ ഫസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ നമ്മളുടെ 1 ഇഞ്ചിൻ്റെ ഇത് എവിടെ വന്നെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതേപോലെ അടുത്ത ലൈനിലേക്ക് ഇതേപോലെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല 1 ഇഞ്ചിൻ്റെ പ്ലേറ്റ് ഇവിടെ റെഡിയായി കിട്ടും. ഞാനിവിടെ സീവ് അലവൻസ് എടുത്തിട്ടില്ല. ഇപ്പുറത്ത് കാണുന്ന ഈ പീസ് സീവ് അലവൻസ് എടുത്തിരുന്നെങ്കിൽ അതും ഒരു പ്ലീറ്റായി മാറേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ മടക്കി വെച്ച് കാണിച്ചു തരുന്നത്. ഞാനിവിടെ മുട്ടുസൂചിയൊക്കെ വെച്ച് കുത്തിയിട്ടുണ്ട് കുറച്ചും കൂടി കറക്ഷന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ ഒന്ന് അളന്ന് നോക്കിയാൽ കണ്ടില്ലേ, 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ് നമ്മൾക്ക് കിട്ടിയാൽ അപ്പോൾ നമ്മൾ ആ ഇടയിൽ വരച്ച ഒരേ ഇഞ്ചുകളാണ് നമുക്ക് പ്ലീറ്റായി വരുന്നത്. ബാക്കിയൊക്കെ ഇൻടേക്കായിട്ട് പോകും. അടുത്തത് 1/2 ഇഞ്ചിൻ്റെയാണ്. 1/2 ഇഞ്ചിൻ്റെയും ഇതേപോലെ തന്നെ 4 ഇഞ്ച്, 1/2 ഇഞ്ച്, 4 ഇഞ്ച്, 1/2 ഇഞ്ച് എന്ന ഇടവേളകളിൽ നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കാം. അതും ഇതേപോലെ തന്നെ മടക്കി ഇതേപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലേറ്റ് റെഡിയാണ് ഇവിടെ. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കാം. ക്യാമറ ഒത്തിരി ഇങ്ങോട്ട് നീങ്ങിപ്പോയിട്ട് അളന്ന് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആ വരച്ചിരിക്കുന്നത് 1/2 ഇഞ്ചാണല്ലോ, ആ റേഞ്ചിൽ തന്നെ നമ്മൾക്ക് പ്ലേറ്റ് റെഡിയായി കിട്ടും. ഇനി അടുത്തത് 2 ഇഞ്ചിൻ്റെയാണ്. 2 ഇഞ്ചിൻ്റെ നോക്കുമ്പോൾ നമ്മൾ ഇൻടേക്ക് 4 ഇഞ്ച് എടുത്താൽ പോരാ, നമ്മൾ മൊത്തത്തിൽ 8 ഇഞ്ച് വേണം. 2 ഇഞ്ചിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടാവാനായിട്ട് നമുക്ക് 8 ഇഞ്ച് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിന് അടയാളപ്പെടുത്തേണ്ടത് 6, 2, 6, 2 എന്നാണ് ഇതിനകത്ത് അടയാളപ്പെടുത്തേണ്ടത്. അതായത് 8 ഇഞ്ചിൻ്റെ തന്നെ നമ്മൾ 2 ആക്കി ഭാഗിച്ചിട്ട് 6ഉം 2ഉം ആയിട്ട് അടയാളപ്പെടുത്താം. ഒരു 5-6 എണ്ണം ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു കാര്യം മറന്നു പോകരുത്, ഇതിന് സീവ് അലവൻസ് എടുക്കുമ്പോൾ കൂടുതൽ എടുക്കണം. 4 ഇഞ്ചൊക്കെ എടുക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ് വലുതാണല്ലോ, 6 ഇഞ്ചാണല്ലോ ഇൻടേക്കായിട്ട് പോയിരിക്കുന്നത്, അത് പുറത്തേക്ക് തള്ളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സീവ് അലവൻസ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതും ഇതേപോലെ തന്നെ 2 ഇഞ്ചാണല്ലോ നമ്മളിവിടെ പ്ലേറ്റ് അടയാളപ്പെടുത്തിയേക്കണം. ആ പ്ലേറ്റ് ഇതേപോലെ തന്നെ മടക്കി തൊട്ടപ്പുറത്തുള്ളതിൻ്റെ ആദ്യത്തേതിൽ വെക്കാം. മറ്റതും ഇതേപോലെ തന്നെ മടക്കി അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പ്ലേറ്റ് ഇവിടെ റെഡിയാണ്. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്ലേറ്റ് നമുക്കൊന്ന് അളന്ന് നോക്കാട്ടെ, 2 ഇഞ്ച് ഉണ്ടാവുമെന്ന്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് 2 ഇഞ്ച് ഉണ്ടെന്ന്. എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് അളന്ന് നോക്കി കാണിക്കണം. കണ്ട കറക്റ്റ് 2 ഇഞ്ച് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദേ കണ്ടില്ലേ, 1 ഇഞ്ചിൻ്റെ, 1/2 ഇഞ്ചിൻ്റെ എല്ലാനും ഉണ്ട്. എല്ലാനും ഇതേപോലെ തന്നെ നമ്മളുടെ ആ വരച്ചാക്കണ 1 ഇഞ്ച് വിട്ടിരിക്കണടുത്ത് ആ 1 ഇഞ്ചിൻ്റെ പ്ലേറ്റ്, 1/2 ഇഞ്ച് വിട്ടേക്കണടുത്ത് 1/2 ഇഞ്ച് പ്ലേറ്റ്. അപ്പോൾ നമുക്ക് ഇതേപോലെ 1/2 ഇഞ്ചോ 3 ഇഞ്ചൊക്കെ പ്ലേറ്റ് നമുക്ക് റെഡിയാക്കാമല്ലോ. ഇൻടേക്ക് കൂടുതലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലായില്ല. നമ്മുടെ ഉള്ളിലേക്ക് എത്രയാണ് നമ്മൾ കൊടുത്തത്, ഇൻടേക്ക് കൊടുത്തത് നമ്മൾ 4 ഇഞ്ചാണ് ഉള്ളിലേക്ക് പോകാൻ കൊടുത്തത്. 2 ഇഞ്ചിൻ്റെ നമ്മൾ 6 ഇഞ്ചാണ് ഉള്ളിലേക്ക് പോകാൻ കൊടുത്തത്. അപ്പോൾ ഇനി എല്ലാ പ്ലേറ്റും നമുക്ക് ഇതേപോലെ തന്നെ എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പ്ലേറ്റ് അളന്ന് നോക്കിയിട്ട് നമുക്ക് എന്തോരം ക്ലോത്ത് ആവശ്യമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ നമ്മുടെ വേസ്റ്റ് അളവിൻ്റെ 4 ഇരട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റുള്ള നല്ലൊരു പാവാട റെഡിയാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അതുകൊണ്ട് എല്ലാ പ്ലീറ്റും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. 1/2 ഇഞ്ചിൻ്റെ പ്ലീറ്റ് എടുക്കണമെങ്കിൽ അത്രയും ക്ലോത്ത് പോരാ. അതുകൊണ്ട് നമുക്കൊരു 1 ഇഞ്ചിൻ്റെയോ 2 ഇഞ്ചിൻ്റെയോ ഒക്കെ സാധാരണ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തുണി വാങ്ങിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഒരിക്കും 1/2 ഇഞ്ചിൻ്റെ ഇത് മതി എന്ന് വിചാരിക്കണത്. അപ്പോൾ അത് നമുക്ക് ശരിയായിട്ട് നടക്കുമോ ഇല്ല. അപ്പോൾ അതിനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ഈ പ്ലീറ്റ് ചെയ്ത് വെച്ചാക്കണ സംഭവം ഉണ്ടല്ലോ, അത് അളന്ന് നോക്കാം. നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെച്ചാക്കണം മാത്രം, അതിപ്പോൾ ഒരു 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് തുറന്നതിന് ശേഷം ഞാനൊരു 5 പ്ലീറ്റിന് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ 5 പ്ലീറ്റിൻ്റെ ഇത് അടയാളപ്പെടുത്തി മെഷർ ചെയ്തെടുത്തത്. 6 ഇഞ്ച് ഉണ്ട്. അതിനുശേഷം അത് നമ്മൾ തുറന്ന് നോക്കിയതിന് ശേഷം ആ 6 ഇഞ്ച് പ്ലീറ്റ് വരാൻ വേണ്ടിയിട്ട് എത്ര ക്ലോത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അതും നമുക്കൊന്ന് അളന്ന് നോക്കാം. നിവർത്തി നോക്കി അളന്നപ്പോൾ എനിക്കിവിടെ 25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി സെയിം പ്രോസസ്സ് 2 ഇഞ്ചിലും 1/2 ഇഞ്ചിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ഇഞ്ച് ഇതേപോലെ തന്നെ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് പ്ലീറ്റ് മാത്രം നമുക്ക് 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അത് നിവർത്തി നോക്കിയപ്പോൾ എനിക്ക് 40 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്.
അര ഇഞ്ചിൻ്റെ ഞാൻ ഇതേപോലെ തന്നെ അളന്ന് നോക്കിയായിരുന്നു കേട്ടോ. അത് നമുക്കിത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇതിപ്പോൾ 36 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിൻ്റെയാണ് ഞാനിവിടെ പറയണത്. ഏതായാലും ഇത്തിരി കൂടുതൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച്. വലിയ ആൾക്കാർക്കും തയ്ക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമാവില്ലേ. അപ്പോൾ 36 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾക്ക് ഈ അളവുകളൊക്കെ ഒന്ന് എഴുതാം. ആദ്യം നമ്മൾക്ക് 1 ഇഞ്ചിൻ്റെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 6 ഇഞ്ചിൻ്റെ ക്ലോത്ത് നമുക്ക് നിവർത്തിയപ്പോൾ 25 ഇഞ്ച് ഉണ്ടായിരുന്നു. ശരിയാണല്ലോ ഞാൻ പറഞ്ഞത്. 1 ഇഞ്ചിൻ്റെ പ്ലേറ്റിൽ നമ്മൾ നിവർത്തിയപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ നമ്മളുടെ വേസ്റ്റ് റൗണ്ട് ഹരണം 6, 36 ഹരണം 6 നമുക്ക് 6 കിട്ടി. ഇനി ഈ 6 കൊണ്ട് വേണം നമ്മൾക്ക് ആ 25 കിട്ടിയിട്ടുണ്ടല്ലോ, നമ്മൾ നിവർത്തിയപ്പോൾ 25 കിട്ടിയായിരുന്നല്ലോ, ആ 25നെ ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും നമ്മൾക്ക്? 150 ഇഞ്ച് കിട്ടും. 36 മാറൊക്കെ വന്നപ്പോൾ ഡൗട്ടായെങ്കിൽ നമ്മൾക്കിനി അര ഇഞ്ചിൻ്റെ അളവൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. അര ഇഞ്ചിൻ്റെ എനിക്ക് ഇതേപോലെ തന്നെ നിവർത്തി നോക്കിയപ്പോൾ കിട്ടിയത് ഞാനിവിടെ പറയാം. പ്ലീറ്റ് 4 ഇഞ്ച് ഉണ്ടായിരുന്നു, അത് നിവർത്തി നോക്കിയപ്പോൾ എനിക്ക് 27 ഇഞ്ച് കിട്ടിയായിരുന്നു. 36നെ ഇവിടെ 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. ഞാൻ 6 തന്നെ എഴുതിപ്പോയി. ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് സ്പീഡിൽ എടുത്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. പക്ഷേ ഉത്തരം 9ആണ് കിട്ടുന്നത്. 36 ഹരണം 4 9 തന്നെയാണ് കിട്ടുന്നത്. ഈ 9നെ 27 കൊണ്ട് നമുക്ക് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 247 ഇഞ്ച് കിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ തെറ്റ് മനസ്സിലാക്കിയത്. പക്ഷേ എഴുതിയപ്പോൾ മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് സംഭവം പിടുത്തം കിട്ടിയല്ല. അച്ചോടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഹരിച്ച് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ എഴുതിയപ്പോൾ തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് 2 ഇഞ്ചിൻ്റെ പ്ലീറ്റിൻ്റെ നോക്കാം കേട്ടോ. 2 ഇഞ്ചിൻ്റെ 10 ഇഞ്ചാണ് നമുക്ക് പ്ലീറ്റിൻ്റെ മാത്രം കിട്ടിയത്. അത് നിവർത്തി നോക്കിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 40 ഇഞ്ച് കിട്ടിയായിരുന്നു. നിങ്ങൾ അളന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതിന് ഇതേപോലെ തന്നെ ഹരിച്ച് നോക്കാം. അപ്പോൾ ഹരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര കിട്ടി? 36/10. 36നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 3.6 കിട്ടും. ഈ 3.6 ഇൻറ്റു 40, 3.6 നമുക്ക് കിട്ടിയ ഉത്തരം. അതേ ഇൻറ്റു 40 നമുക്ക് വിടർത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇൻറ്റു ഇതേ നോക്കിക്കോട്ടെ, ഇവിടെ കാണുന്നുണ്ട്, ബുക്കിൽ കണ്ടില്ലെങ്കിലും, ഇൻറ്റു 40. അത് നമുക്ക് ഉത്തരം എത്ര കിട്ടി? 144 കിട്ടി. ഈ 144 എന്നുള്ള അളവ് നമുക്ക് ചെറിയൊരു ഓർമ്മയുണ്ടാവും. കാരണം നമ്മളുടെ വേസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. ഈ 36 ഇൻറ്റു 4 144 എന്ന് പറയണത്. അപ്പോൾ വേസ്റ്റ് ബാൻഡിൻ്റെ 4 ഇരട്ടി അളവെടുത്തിട്ട് നമ്മൾ പാവാട തയ്ക്കാൻ നോക്കിയാൽ നമുക്ക് ഈ 2 ഇഞ്ച് മാത്രം നമുക്ക് ഇടാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് നമുക്ക് അളന്നെടുത്താൽ അത്രേ നമ്മൾക്ക് കിട്ടുള്ളൂ. പിന്നെ പ്ലസ് 4 ഇഞ്ച്, അതെല്ലാത്തിനും 4 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ നമ്മൾ അതിന് സീവ് അലവൻസ് കൊടുക്കണം കേട്ടോ. 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ചിന് 4 ഇഞ്ച് തന്നെ കൊടുക്കണം. കാരണം അത് കൂടുതലുണ്ടാവുമല്ലോ, വലിയ ഒരു പ്ലേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തയ്ക്കാനായിട്ട് ഇഞ്ച് അറിഞ്ഞാൽ മതി. പക്ഷേ നമുക്ക് ക്ലോത്ത് എടുക്കാൻ പോകുമ്പോഴെന്ത് വേണം? മീറ്റർ അറിയണം. അപ്പോൾ അതിനും ഞാൻ ഇതേപോലെ തന്നെ ഇവിടെ ചെയ്യണുണ്ട് കേട്ടോ. അതെനിക്ക് 3.6 മീറ്റർ കിട്ടി. എങ്ങനെയാണെന്ന് അറിയാമോ? 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ 2.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 154 ഇൻറ്റു 2.5/100. 100 സെൻറ്റിമീറ്റർ ആണല്ലോ 1 മീറ്റർ. അങ്ങനെ നോക്കുക. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 3.6 കിട്ടും. ഇതിൻ്റെ ഒരു എളുപ്പ വിദ്യയുണ്ട്. /40 എല്ലാനും 40 കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെ ഞാൻ എല്ലാനും ഇതേപോലെ തന്നെ ഒന്ന് ഹരിച്ച് നോക്കട്ടെ കേട്ടോ. നമ്മൾക്ക് അര ഇഞ്ചിൻ്റെ ഇതിനും 1 ഇഞ്ചിൻ്റെ ഇതിനുമൊക്കെ എത്ര മീറ്റർ ക്ലോത്ത് വേണമെന്ന് ഞാനിവിടെ നോക്കിയിട്ട് പറയാം. 36 ഇഞ്ച് വേസ്റ്റിൽ 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ് വെച്ചിട്ട് നമ്മൾ പാവാട തയ്ക്കാനായിട്ട് 3.75 മീറ്റർ വേണം. അത് തന്നെ അര ഇഞ്ചിൻ്റെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6 മീറ്റർ വേണം. അര ഇഞ്ചിൻ്റെ അറിയാലോ, നല്ല തിക്കായിട്ടുള്ള പ്ലീറ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത്രയും മീറ്റർ തന്നെ ക്ലോത്ത് വേണ്ടി വരും കേട്ടോ. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതേപോലെ തന്നെ തുണി എടുത്തിട്ട് ഒന്ന് റെഡിയാക്കി നോക്ക്. ചെറിയ പ്ലീറ്റ് ഇട്ടിട്ടൊന്ന് അളന്നിട്ടൊന്ന് ഹരിച്ച് കുണിച്ചൊക്കെ നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. സീവ് അലവൻസിൻ്റെ കാര്യം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ റൗണ്ട് ചെയ്ത് വാങ്ങിക്കുക. 3.75 മീറ്ററിന് നമ്മൾ 4 ഇഞ്ച് വാങ്ങിക്കുക. പിന്നെ ബ്ലൗസിനും കൂടി വേണം കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് അല്ല 4 മീറ്റർ വാങ്ങാം. ബ്ലൗസിനും കൂടി വേണം. അപ്പോൾ ഒരു 5 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സീവ് അലവൻസിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. പ്ലീറ്റിൻ്റേക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് അര ഇഞ്ചിൽ 1 ഇഞ്ചിൽ 4, 2 ഇഞ്ചിൽ മാത്രം 6. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുറേ പോയിൻറ്റുകൾ വരും. 10.5, 6, 7 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഫുൾ എടുക്കാതെ 10.5 മാത്രം എടുക്കുക. അത് ഫുൾ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വാല്യൂവിൽ ഭയങ്കര ഡിഫറൻസ് വന്നതായിട്ട് കണ്ടുകൊണ്ടാണ് ഞാനത് പറഞ്ഞേട്ടോ. അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാരി ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി എനിക്കതിൻ്റെ ലെങ്ത്ത് ഒന്ന് അളന്ന് നോക്കണം. എനിക്ക് പട്ടുപാവാട ലെങ്ത്തായിട്ട് വേണ്ടത്, നമ്മൾ എവിടെയാണോ പാവാട ഇടുന്നത് അവിടെ നിന്ന് താഴെ വരെ പാവാട നല്ല രീതിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 41 ഇഞ്ച് വേണം. അതിൻ്റെ 1 ഇഞ്ച് കുറച്ച് 40 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്.
1.5 ഇഞ്ച് നമുക്ക് വേസ്റ്റ് ബാൻഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വരുമ്പോൾ 40 ഇഞ്ചിൽ നിന്ന് 39 ഇഞ്ചാവും. 39 ഇഞ്ചിൻ്റെ കൂടെ ഈ 1.5 ഇഞ്ച് വേസ്റ്റ് ബാൻഡും കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് 41 കിട്ടും. 40 ഇഞ്ച് ഇതേപോലെ അളന്നതിന് ശേഷം ഞാൻ ചെറിയൊരു കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി കീറിയെടുക്കുകയാണ് സാരി മൊത്തത്തിൽ. അല്ലാതെ ഫുള്ള് എനിക്ക് ഇവിടെ കുത്തിയിരുന്ന് അളക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഫുള്ള് ഇങ്ങോട്ട് എടുക്കുകയാണ്. പിന്നെ എനിക്ക് താഴെ നമ്മൾക്ക് മടക്കി അടിക്കുന്ന സംഭവമില്ല, സീവ് അലവൻസ്, അതുകൊണ്ട് ഞാൻ അതിന് വിട്ടിട്ടില്ല. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അരയിഞ്ച് കൂട്ടിയെടുക്കേണ്ടി വരും കേട്ടോ. അതില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. ഇനി നമുക്ക് പ്ലീറ്റ് മാർക്ക് ചെയ്യാം. സീവ് അലവൻസ് ആയിട്ട് ഞാനൊരു 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. അതിനുശേഷം 1 ഇഞ്ച്, പിന്നെ 4 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്, പിന്നെ നമുക്ക് അത് അങ്ങനെ നേരെ തന്നെ അടയാളപ്പെടുത്താം. അതിനുശേഷം ഏറ്റവും അവസാനം 3 ഇഞ്ച് സീവ് അലവൻസ് അടയാളപ്പെടുത്താം. അപ്പോൾ ഇത് ക്ലോത്ത് ഏറ്റവും അവസാനം വരണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ. എൻ്റെ വേസ്റ്റ് ബാൻഡ് 32 ഇഞ്ച്, 32 ഇഞ്ച് ഇൻറ്റു 4 നമ്മൾ ചെയ്യുന്നതെങ്കിൽ 128 ഇഞ്ച് കിട്ടും. പ്ലസ് 6, അപ്പുറത്തും ഇപ്പുറത്തും കൂടി 3 ആവുമ്പോൾ പ്ലസ് 6 കൂട്ടിക്കഴിയുമ്പോൾ 134 ഇഞ്ചാവും. പിന്നെ നമ്മുടെ കണക്കനുസരിച്ചിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയത് 132.5 ഇഞ്ചാണ്. പ്ലസ് 6 ഇഞ്ച് കൂടി കൂട്ടുമ്പോൾ 138 ഇഞ്ച് കിട്ടുമെന്ന് വിചാരിക്കും. രണ്ടും തമ്മിൽ 4 ഇഞ്ചിന് ഡിഫറൻസ് ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്തു, 138 അടയാളപ്പെടുത്തി ആദ്യമേ എന്നെ വെച്ച്. പക്ഷേ ദൈവം സഹായിച്ച് ആ സാധനം മാത്രം ക്യാമറയിൽ പതിഞ്ഞില്ല. അത് അങ്ങനെയാണല്ല, അത് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് 4 ഇരട്ടിനേക്കാളും കൂടുതൽ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 138 ഇഞ്ച് എടുത്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. ഞാൻ എല്ലാം ഞൊറിവ് എടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം 138 ഇഞ്ച് ഞാൻ എവിടെയാണ് അടയാളപ്പെടുത്തിയേക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെയാണ് എനിക്ക് കറക്റ്റായിട്ട് വിത്ത് സീവ് അലവൻസോട് കൂടി തന്നെ എനിക്ക് കിട്ടിയത്. ഞാനിവിടുത്തെ ഫുള്ള് 4 ഇഞ്ച് 2 ഇഞ്ച് 4 ഇഞ്ച് 2 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞൊറിവ് ഇടാം. പ്ലീറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് മുട്ടുസൂചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് പ്ലീറ്റ് ഇടാനായിട്ട്. സീവ് അലവൻസ് അവിടെ വിട്ടതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഈ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതെടുത്തിട്ട് ഇപ്പുറത്തേക്ക് എടുത്ത് വെക്കുക. സീവ് അലവൻസ് 3 ഇഞ്ച് അവിടെ കിടപ്പുണ്ടല്ലോ, അതവിടെ കിടക്കട്ടെ. അതിന് ശേഷം മുട്ടുസൂചി കുത്തി ഇപ്പുറത്തെയും പിന്നെയും നമ്മൾ ചെയ്തിരിക്കണതിൻ്റെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയാക്കണം എടുത്തുനിന്ന് നമുക്കെടുത്ത് ഇവിടേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മളുടെ ആ 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്ന്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ഒരു ഡൗട്ടും വേണ്ട, ഞാൻ പറയുകയും കൂടി വേണ്ട, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ അങ്ങനെ കുനിഞ്ഞ് കിടന്നപ്പോൾ എനിക്കൊരു സുഖം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ നമ്മളുടെ ടേബിളുമ്പോൾ വെച്ചിട്ട് ഞാനോട് ചെയ്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇതേപോലെ തന്നെ പതുക്കെ വെച്ചിട്ട് കൈ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. തേക്കലൊക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. തേക്കൽ എന്ന് വെച്ചാൽ അയൺ ചെയ്യലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ കുത്തി കൊടുത്തതിന് ശേഷം ഞാൻ ആ 138 ഇഞ്ച് എവിടെയാണ് അടയാളപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ അടയാളപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ക്ലോത്ത് എന്തോരം എടുക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ അളവ് ശരിക്കും നല്ലത്. നമുക്ക് വേണമെങ്കിൽ 32 ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടം വരെ നമുക്ക് ഇതേപോലെ പ്ലേറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് സീവ് അലവൻസും കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ ഇതാവുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ പറഞ്ഞത്. അങ്ങനെ മടക്കി വന്നപ്പോൾ ഒരു പ്ലേറ്റും കൂടി എനിക്ക് ആവശ്യം വന്നു. ഒന്നല്ല 2 പ്ലേറ്റും കൂടി ആവശ്യം വന്നു. 128 എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതല്ല റെഡിയായത്. എനിക്കിവിടെ 138 എനിക്കിവിടെ റെഡിയായി വന്നത്. അപ്പോൾ നമുക്ക് ഇതേ കണ്ടില്ല, അവിടെ സീവ് അലവൻസ് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കിയെടുക്കും. ഇപ്പുറത്തെ സീവ് അലവൻസും ഇതേപോലെ തന്നെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയെടുക്കണം. അതിനുശേഷം ഞാൻ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് 33.5 ഉണ്ടായിരുന്നു. 32 കറക്റ്റ് പറ്റില്ലല്ലോ, നമുക്കൊരു 1.5 ഇഞ്ചെങ്കിലും നമ്മൾക്ക് എന്ത് വേണം, ലൂസ് വേണം. അത് ഈ സീവ് അലവൻസ് നമ്മൾ 1/2 ഇഞ്ചല്ലേ നമ്മൾ അടിക്കണുള്ളൂ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾക്കിവിടെ 33.5 കിട്ടിയത്. ഇനി നമ്മൾ തുണി കൊണ്ട് കൊളത്താനായിട്ട് ആ ഒരു സംഭവം വെക്കുമല്ലോ, അപ്പോൾ അത് വെക്കണ സമയത്ത് ആ 1.5 ഇഞ്ച് നമുക്ക് ആ ലൂസ് അതിൽ പെട്ടുപോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ കറക്റ്റ് ഫിറ്റിലല്ലല്ലോ നമ്മളിടണം, കുറച്ചൊക്കെ ലൂസായിട്ടിരിക്കണമല്ലോ. ഇനി നമുക്ക് ഇതേപോലെ 1/2 ഇഞ്ചിൽ തയ്യൽ തൂമ്പ് വെച്ചിട്ട് പ്ലീറ്റ് ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ അടിച്ചതിന് ശേഷം മുട്ടുസൂചി പതുക്കെ ഊരിയെടുക്കണം, അല്ലെങ്കിൽ ആ പ്ലീറ്റ് കംപ്ലീറ്റ് ചിലപ്പോൾ പോകട്ടെ. മുട്ടുസൂചി ആദ്യമേ ഊരിയിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൻ്റെ കോളർ സ്ട്രിപ്പും 4 ഇഞ്ചിൻ്റെ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ കറക്റ്റ് ആ 1.5 ഇഞ്ചിൽ കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി ഇതിൻ്റെ നീളം വേണ്ടത് നമ്മൾ 33.5 ഇഞ്ച് നമ്മൾ അളന്നെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ അളവാണ് ഇതിനകത്തേക്ക് വേണ്ടത്. വേസ്റ്റ് ബാൻഡ് 2 സൈഡിലും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് തയ്യൽ തുമ്പൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുമ്മ വെച്ചിട്ട് പിടിപ്പിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഭാഗത്ത് ഞാൻ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് തിരിച്ച് ഇപ്പുറത്തേക്ക് മറിച്ചടിക്കേണ്ട, ഫ്രണ്ടിലേക്കാണ് ഞാൻ അടിക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് ഭംഗി തന്നെ അടിച്ചെടുക്കാൻ പറ്റും. ബാക്കിലേക്ക് അടിച്ചാൽ ചിലപ്പോൾ നമുക്കത് കണ്ട് മനസ്സിലായിന്ന് വരില്ല.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ പ്ലീറ്റ് ഇടയിലൊക്കെ കുടുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ താഴെ ഒന്ന് നോക്കുക. ഈ ടേബിൾ ടോപ്പ് മെഷീൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പണിയായിരിക്കുള്ളൂ ഇതേപോലെ ചെയ്യാനായിട്ട്. സ്ഥലമില്ലാത്ത പോലെ തോന്നിക്കും. ഡബിൾ മെഷീനത്തിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ടേബിൾ പോലെയാണല്ലോ, അപ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. എനിക്ക് ഇത്തിരി പണിയായിരുന്നു, എന്നാലും കുഴപ്പമില്ല, തയ്ച്ചെടുക്കണമെന്നുള്ള വാശി തന്നെയായിരുന്നു. ഇനി ഇതേ നമ്മളുടെ ഇത് കഴിഞ്ഞ് ഇനി ഇത് തിരിച്ച് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അപ്പോഴും നോക്കണം നമ്മളുടെ പ്ലീറ്റ് ഇടയിലോ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവിടെ മുകളിലും ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ താഴേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ അളവൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കേണ്ട എന്തോരം വേണം എന്നൊക്കെ. ഇപ്പം നമുക്കതിൻ്റെ ഒരു വെക്കണമല്ലോ, അപ്പോൾ അതെവിടെ വെക്കണം എന്നൊക്കെ ഞാനൊന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 32 ഇഞ്ചിലാണ് എടുത്തെങ്കിൽ ഞാൻ കുറച്ച് ഇറക്കിയൊക്കെ ഇട്ട് നോക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത്തിരി ലൂസായിട്ട് എനിക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇത്തിരി ഇറക്കിയൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇറക്കമായാലും എവിടെയായാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെയും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് അടിച്ചു കൊടുക്കണേക്ക് മുന്നായിട്ട് നമ്മൾ ഇത് അയൺ ചെയ്യണം കേട്ടോ. അയൺ ചെയ്യണ സംഭവം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല രീതിയിൽ അയൺ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് അടിച്ചു കൊടുക്കുക. ഒരു 2 ഇഞ്ചൊക്കെ വിട്ടതിന് ശേഷം നമുക്കിത് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ സിബൊന്നും വെക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു പട്ടുപാവാട എന്നുള്ളൊരു രൂപത്തിലല്ലേ, ഇപ്പോൾ നമുക്ക് തലയിൽ കൂടിയൊക്കെ ഇടുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ഇഞ്ച് വിട്ടതിന് ശേഷം ഞാനിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീഡിയോ പിന്നീട് ഞാൻ ഉൾപ്പെടുത്തിയത്. ഇതേപോലെ നേരെ വെച്ചിട്ട് ഞാൻ ഇതേപോലെ തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. തേച്ചൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പഴയൊരു സാരിയാണെന്ന് പോലും തോന്നണില്ല അല്ലേ. കാണാനായിട്ട് നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങും ഉണ്ട്, കാണാൻ നല്ല ഭംഗിയും എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിക്കണത്? ഇതേപോലെ നമ്മുടെയൊക്കെ പഴയ സാരിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇനി പുടുക്കണ്ട, അതൊക്കെ എടുത്ത് ഇതേപോലെ വെട്ടി അപ്പം തന്നെ അങ്ങോട്ട് പാവാടയും ബ്ലൗസും അങ്ങോട്ട് തയ്ച്ചോ. എന്തായാലും ഇനിയിപ്പോൾ കണക്കും കാര്യങ്ങളൊക്കെ കിട്ടല്ല, കണ്ട നല്ല ഭംഗിയായിട്ട് കിടപ്പില്ലേ. ഞാൻ പറഞ്ഞില്ലേ, കണക്കുണ്ടായാലും ഇല്ലെങ്കിലും നമ്മളുടെ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടം വരെ ഇതേപോലെ ഞൊറിവെടുത്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് പാവാട തയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഒന്ന് വെച്ച് പിടിപ്പിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ചിൻ്റെ കോളർ സ്ട്രിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 7 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. നമ്മുടെ വേസ്റ്റ് ബാൻഡ് 1.5 ഇഞ്ചുണ്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1.25 ഇഞ്ചിൻ്റെ കോളർ സ്ട്രിപ്പ് വെച്ചിട്ടും ചെയ്യാട്ടെ. ഞാനിവിടെ 1 ഇഞ്ചിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഒരു പീസ് തുണിയിൽ വെച്ചിട്ട് ഇതേപോലെ മടക്കിയൊക്കെ അടിച്ച് അത് നല്ല രീതിയിൽ എടുത്തതിന് ശേഷം ഇതേപോലെ ഞൊറിഞ്ഞു കൊടുക്കുക. ഞൊറിഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളുടെ വേസ്റ്റ് ബാൻഡിൽ വെച്ചിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കുക. അത് ഇവിടെയാണ് എൻ്റെ കറക്റ്റായിട്ട് ഇത് വരുന്നത്, ഹുക്ക് വരേണ്ട സ്ഥലം. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ കറക്റ്റ് നടുവിൽ ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ വേസ്റ്റ് ബാൻഡിൻ്റെയും കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ പാവാടയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ബ്ലൗസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചത്. അപ്പോഴാണ് നമ്മളുടെ പഴയ ബ്ലൗസ് ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കുകയല്ലേ, അപ്പോൾ അതിനകത്ത് ഒരെണ്ണം കൊടുത്ത് അങ്ങോട്ട് പെയർ ചെയ്ത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ഫൈനൽ റിസൾട്ട് നല്ല ഞൊറിവൊക്കെ ഉള്ളൊരു പാവാടയാണെന്ന് കണ്ടിട്ട് തന്നെ മനസ്സിലാവണ്ടല്ലോ അല്ലേ. ഞൊറിവ് കാണിക്കാനായിട്ട് ഞാൻ കറങ്ങാൻ മറന്നു എന്ന്, എന്നാലും ആരും കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂല ഇതൊരു പഴയ സാരിയാണെന്ന്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്നും കൂടി ഒന്ന് ഭംഗിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് സെറ്റും മുണ്ടിൻ്റെ ഒരു വേഷ്ടിയൊക്കെ എടുത്തിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയാൽ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.